അതോ നിർത്തുവാ. ആ രാകേഷ് അല്ലേ? രാകേഷ് അല്ലല്ല, സ്വരൂപ്. സ്വരൂപാണ്, രാകേഷ് അല്ല. ഞാനേ മോനെ, എവിടേക്കപ്പോ നീ പോണത്? ഞാൻ ഓഫീസിലേക്ക്. ഓഫീസിൽ ജോലി കിട്ടിയപ്പോ? ജോലി കിട്ടി, കുറച്ചായി. അതെ. അത് ശരി. ഞാനേ കാലിന്റെ മുട്ട് തീരെ വയ്യ. ശരി. നടക്കുമ്പോഴൊക്കെ ഭയങ്കര വേദന. അപ്പൊ നമ്മുടെ ആ സുധാകരന്റെ വീട്ടിലൊരു കോണി ഇരിക്കുന്നുണ്ട്. ആ കോണി ഒന്നും ഇപ്പൊ ഇതുവരെ കിട്ടിയ തിരക്കിട്ടില്ല വെച്ചിട്ട് ഞാൻ സമയമായി ഓഫീസിൽ പോകാൻ വേണ്ടിട്ട്. അതെ. അല്ല, അത് വേഗം പോവുകയൊക്കെ ചെയ്യാം. പറ്റെങ്കിലും ഒന്ന് ചെയ്തു തന്നാ വലിയ ഉപകാരമായി. കുഴപ്പമില്ല. കുഴപ്പമില്ല. എന്നാ അങ്ങോട്ട് നിർത്തിക്കോ വണ്ടി, അതാ നല്ലത്. റോട്ടിൽ വെക്കണ്ട, വണ്ടികൾ വരണതല്ലേ. ഇങ്ങോട്ട് നിർത്തിക്കോ. അവിടെ നിന്നിട്ട് അതൊന്നും കുഴപ്പമില്ല. ഇവിടെ അല്ലേ? അതാ ഈ സുധാകരന്റെ അവിടെ. ഒന്ന് പോയി അങ്ങോട്ട് വിടുന്നാ മതി. ഞാൻ അവിടെ ഇങ്ങോട്ട് വിടുന്നാ മതി. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഉമ്മർത്തുണ്ട്. കഴിഞ്ഞ് ഇതേ സത്യതാ, ഇത് മാറ്റാറായിക്കോട്ടോ. ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ ഒരു 6-7 പ്രാവശ്യം ശരിയാക്കിണ്ടത്. പോട്ടെ വിചാരിച്ചിട്ടാണ്. അല്ല, അതല്ല, അതിന്റെ ആർമിച്ചറൊക്കെ പോയേക്കണേ. അപ്പൊ ഇനിയിപ്പോ അത് വൈൻഡ് ചെയ്തിട്ടും കാര്യമില്ല. അതിന്റെ പണി കഴിഞ്ഞേക്കണേ ഏകദേശം. അത് മാറ്റാം. എന്താ വെച്ചാല് പുതിയത് എടുക്കണ നല്ല പൈസ ഉണ്ട്. അതൊക്കെ ശരി തന്നെ. അതിന്റെ അതാ പെട്ടിയിലിടരുത്. കൊള്ളൂല. ഇവിടെ ചാതിയോ? അതാ മറക്കണ്ടോ. എത്ര എന്തിനാ അവിടെ ഉള്ള പൈസ ഒക്കെ പടം ഇങ്ങോട്ട് കൊടുത്തിട്ട് എന്തിനാണ് 500 കൊടുത്തേ? 300 മതി. അത് വാങ്ങിക്കോ. എത്ര എന്താ അധികണ്ടാ? ഇത് 300 റുപ്യ. ഇത് 500ന്റെ അല്ല, ഇത് 300 റുപ്യ. അതെ, 300 ഉണ്ടല്ലോ. അതുപോലെ 300 റുപ്യ. അതുപോലെ സത്യമായിട്ട് 1200 റുപ്യാണ് ഞങ്ങള്. അത് ഒരു ദിവസത്തിനുള്ള പണിക്കുള്ള കൂലി അല്ല. അത് ആയിക്കോട്ടെ, നിങ്ങള് ഒരു കാര്യം ചെയ്യും, ഒരു 500 റുപ്യ. ഞാൻ 1-1.5 മണിക്കൂറായി വന്നിട്ട്. 10 മിനിറ്റ് അല്ലേ പണിയെടുത്ത്? 10 മിനിറ്റ് അല്ല, 1.5-2 മണിക്കൂറായി ഞാൻ ഒരു 100 റുപ്യ കൊടുക്ക്. 100 റുപ്യ. അതേ, 500 തേച്ചാ മതി. മതി. അങ്ങനെ പോട്ടെ. ഇനി എന്താ ഇടക്കിടക്ക് ഇനി വരണ്ടേ? ആയിക്കോട്ടെ. പിന്നെ സത്യേട്ടാ, അല്ല, ചായ കുടിച്ചിട്ട് പോവാ. അതെ സത്യേട്ടാ, ചായ വേണ്ടെങ്കിൽ ഞാൻ പോവാ. അല്ല, അതെന്താ അറിയോ? പിന്നെ ആ ചായപ്പിലേ ഒരു 2 ഓട് പൊട്ടിയിട്ടുണ്ട്. അപ്പൊ അതൊന്നും മാറ്റിത്താ. ഞാനാണ് അതൊക്കെ മാറ്റില്ല. എന്റെ കാലിന്റെ മുട്ടിന് തീരെ സുഖമില്ല. അപ്പൊ അതുകൊണ്ടാണ്. ഒന്നുമില്ല, ഞങ്ങൾ രണ്ടാളിട്ട് പിടിച്ചു തരാം. അവിടെ അതന്നെ ഇങ്ങനെ അങ്ങനെ ഇങ്ങോട്ട് ചേർത്തേക്ക് ഇങ്ങോട്ട് കാച്ചി വെക്കും. മതി ഇങ്ങോട്ടോ. നീ ചോദിക്കോ എന്താ നടക്കണ്? ഏത് ഭാഗത്തത്? ഇത് മുകളിൽ കയറിട്ട് അതിന്റെ ഉള്ളിൽ ഒരു 2-3-4ാമത്തെ 4ാമത്തെ വരിയിലാണ്. പിടിച്ചിട്ടുണ്ട് കയറി പിടിക്കട്ടോ. പിടിച്ചു. അല്ല, എന്നാ ഓടും കൂടെ എടുത്തോ. കേറിക്കോ. അല്ല, ഓടും കൂടെ എടുത്തോ. അല്ലെങ്കിൽ പിന്നെ അതിന് ഞാൻ കൂടെ ഇറങ്ങണേ. ഒരെണ്ണല്ലോ? 2 ഉണ്ടോ? നീ വേണോ നോക്കിയൊക്കെ. ചിലപ്പോ ഒരെണ്ണം കൂടി ഇതായിട്ടുണ്ട് തോന്നുന്നു. നല്ല ഓടാ. 3 ഞാൻ 2 ഉള്ളൂ. അതുകൂടി വെച്ചോ. അത് 2 ഉള്ളോ? അതെ, എല്ലാരും എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നോ അറിയില്ലല്ലോ. അതൊന്ന് വൃത്തിയാക്കിയൊക്കെയായിരുന്നു ഈ ഓട്. അങ്ങനെ പോട്ടെ.
നോക്കണട്ടോ, ഓട് പൊട്ടിക്കരുത്, ചവിട്ടി പൊട്ടിക്കാൻ ചെയ്യരുതേ. എടുത്തോ. എന്തായിപ്പാ കഴിഞ്ഞാ? ഇല്ല, ഒരു മിനിറ്റ്. ഇതേ ഇതിന്റെ ഇടയിലേക്ക് നിരക്കി വെക്കണതേ. അതാ ആ പാത്തിലേക്ക് ചേർത്ത് വെക്കണം കേട്ടോ. അത് ഈ പട്ടികയുടെ ഇടയിലേക്ക് ഈ ഗാഡി കണ്ട് വീണേ കേട്ടോ. ഒരു മിനിറ്റ്. പട്ടികയുടെ മുകളിലൊക്കെ പതുക്കെ ചവിട്ട് കേട്ടാ. കഴിഞ്ഞില്ലേ? ഈ പട്ടിക ഉറപ്പുത്തിണ്ട്, അത് മാറ്റം തങ്ങി. പട്ടിക മാറ്റാൻ അറിയോ? പട്ടിക മാറ്റാൻ അറിയോ? ആചാര്യമാരാണ്. കാലിന് ചെറിയൊരു പ്രശ്നമുണ്ടേ. ഒന്നും കുഴപ്പമില്ല. വേഗം കാലൊന്ന് തെറ്റിണ്ടേ. നമുക്ക് ചെറിയ ഒരു പണി കൂടി ഉണ്ട്. അതായത് ഈ വാഴക്കുട്ടി ഉണ്ടല്ലോ, അത് അവിടുന്ന് പറിച്ചിട്ട് അവിടേക്കൊന്ന് വെക്കാം. 2-3 കേട്ടോ. അല്ല, അത് അവിടെ ഒന്ന് പറിച്ചു വെച്ചിട്ട് വേണ്ട. ഞാൻ തന്നെ ഇതൊക്കെ ചെയ്യലേ, കാലിന്റെ മുട്ടിന് വയ്യ, അതുകൊണ്ടാണ്. കൈക്കോട്ടെ കണ്ട് നല്ല മധുരമുള്ള പഴമാണ്. അത് ഒന്ന് അത് ചെയ്തോണ്ട. ആ വാഴക്കുട്ടിയോട് പറിച്ചോ. അതല്ല മറ്റത് അപ്പുറത്തെ. ആ വാഴക്കുട്ടി അല്ല, അത് കൂമ്പടേ. കുഴപ്പമില്ല കുഴപ്പമില്ല. ഇവിടെ ആദ്യം കുഴിയെടുക്ക. എന്നാ കുഴിയെടുക്കാം. ഇവിടെ അല്ലേ? എത്തിക്കോ. എന്താ അവിടെ കൊത്തല്ലേ? അവിടെ മറ്റേ ഇഞ്ചിയുടെ മൂടുണ്ട്, ഇഞ്ചി. അവിടെ കൊത്തിയാ മതി. അവിടെ അവിടെ കൊത്ത്. ഇവിടെ തന്നെ അവിടെ ഒരു കുഴി എടുത്തോ. അതെ, ഞാൻ പോയിട്ട് ഒരു ഗ്ലാസ് ചായ എടുത്തിട്ട് വരാം. എന്തിന്? മനുഷ്യനല്ലേ അതിന് ദാഹിക്കുണ്ടാവും. വെള്ളം കൊടുത്താ പോരെ? എന്താ പറയണം? പിന്നെ എന്തേലും കേട്ടു. ഞാൻ പഞ്ചാര മൊത്തത്തിൽ കോഴി. നമുക്കേ മോനെ ഒരു പൊഴി ഇവിടെ കുത്തുക. ഒരെണ്ണം പടേ ഈ ഭാഗത്തെ, ഒരെണ്ണം പടേ, ഒരെണ്ണം പടി. അപ്പൊ അങ്ങനെ 3 ഈ ലൈനിലോട്ട് കുത്തുക. ഞാനോ? അല്ല, പറ്റുക ചെയ്യ്. ഇവന്റെ ഞാനും വിളിക്കേണ്ടി വരും. ആരെങ്കിലും വിളിക്കേ? പതുക്കെ മതി, പതുക്കെ മതി. പണിക്ക് വിളിക്കുമ്പോ ഇങ്ങനത്തെ പണിക്കാരെ വിളിക്കണം. പോയാ നിനക്ക് എല്ലാ പണി അറിയാലേ? ഒരു കുരുത്തങ്ങത്തെ മനുഷ്യനെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഏത് മനുഷ്യന്മാരെ കണ്ടു? ഉള്ള പന്നി കൊണ്ടുവാങ്ങട്ട് വേണം. വേഗം കൊണ്ടുപോവാ. ഇതല്ലേ ശൈലിയാണ്. ഇതാ മില്ലിൽ നിന്ന് കൊടുക്കണം. അപ്പൊ ഏതായാലും ആ വഴിക്ക് പോണതല്ലേ, അപ്പൊ അവിടെ നിന്ന് കൊടുക്കാം. പിന്നെ അവരോട് പ്രത്യേകം പറയേണ്ടത് പുട്ടിനുള്ളതും പത്തിരിക്കുള്ളതും കൂടിയാണ്. ഒന്നിച്ചിട്ടുള്ള പൊടി വേണം. പുട്ടിന് വേറെയും പത്തിരിക്ക് വേറെയല്ല, ഒന്നിച്ചിട്ട് കേട്ടാ. ആ തൈരി നമുക്ക് കിട്ടണം. ഇവിടേക്കാന്ന് പറഞ്ഞാൽ മതി. എങ്ങനെ? എന്താ അങ്ങനെ കല്യാണമായി കുട്ടി? എന്നിട്ട് ക്ഷണമൊക്കെ കഴിഞ്ഞോ? ഉണ്ടോ? ഇന്നിപ്പോ രാവിലെ മുതൽ ഇരിക്കാൻ ഒഴിവുണ്ടായിട്ടില്ല. പണിയോട് പണി. എന്ന് പണി? അങ്ങനെയൊന്നുമില്ല, ഈ ചെറിയ ചെറിയ പണികൾ ഉണ്ടല്ലോ. ഞാൻ കല്യാണം പറയാൻ വന്ന മോളെ. മോളുടെ കല്യാണമല്ല, ഫെബ്രുവരി 25-നാണ്. 25-ന് നമുക്ക് വേറെ എന്താ? അല്ല, എന്തായാലും വരണം, തലേന്നേ വരണം. അപ്പൊ ഞാൻ അധികം ഇരിക്കുന്നില്ല, കാരണം
കൊറേ വീട്ടിൽ പോകാനുണ്ട്. അല്ല ചായ കുടിച്ചിട്ട് പോ. വേണ്ട വേണ്ട, ആടെ നടന്നേ ചായയാണ്. അപ്പൊ ഇതാ കത്ത് ഓർമ്മിക്കാൻ വേണ്ടിട്ട്. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്നാ പിന്നെ ആയിക്കോട്ടെ. ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. ഇന്നൊന്നും പറയുന്നില്ല. അപ്പൊ പറഞ്ഞ പോലെ ഇനിയിപ്പോ ഏത് വഴിക്കാ? നമ്മളെ ആ സുധാകരന്റെ വീട്ടിലൊന്ന് പോകണം. ആടെ ക്ഷണിച്ചിട്ടില്ല. സുധാകരന്റെ നമ്മുടെ ഇപ്പുറത്തെ സുധാകരൻ. ഇപ്പുറത്തെ സുധാകരൻ. അതല്ലേ? എന്നാ ഒരു മിനിറ്റ് കേട്ടാ. അപ്പൊ എല്ലാരും ആയിക്കോട്ടെ. തലേന്നേ പറയണേ. ഞാനത് പ്രത്യേകം പറയാൻ വേണ്ടി പറഞ്ഞു. ഇതവിടെ ഓട് 2 പൊട്ടിയപ്പോഴേ അതൊന്ന് മാറ്റാൻ വേണ്ടിട്ട് ആ സുധാകരന്റെ അടുത്ത് കൊടുത്തതാ. അപ്പൊ ഇതൊന്ന് പോകുമ്പോ അവിടെ കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇപ്പൊ ആരെങ്കിലും വരുന്നവരങ്ങനെ നോക്കിക്കൊണ്ട് കണ്ടേട്ടാ. അങ്ങോട്ടല്ലേ പോണല്ലേ? ശരി എന്നാ ശരി. കനല്ലേ? കനൊന്നുമില്ല. അത് ഒരു വിരലിന്റെ മുകളിൽ തൂക്കാനുള്ളതേ ഉള്ളൂ. ഒരു വിരലിന്റെ മുകളിൽ തൂക്കാനുള്ളൂ. ഒട്ടും കനല്ലേ? അങ്ങനെ പിടിച്ചാൽ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ. ഞാൻ തന്നയച്ചാന്ന് പറഞ്ഞോ. അങ്ങനെ ഉണ്ടായി. ഞാൻ കല്യാണം ക്ഷണിക്കാൻ പോകുന്ന കളനായി. ചായ ഏതായാലും വെച്ചില്ലേ? നിർത്തോ. അയ്യോ അപ്പൊ അങ്ങനെ അതൊക്കെ അങ്ങോട്ട് കഴിച്ചു കിട്ടി. ഇനിയിപ്പോ വാഴക്കുട്ടിയോട് എന്താ ചെയ്യാ? കുറച്ചും കൂടി പോയി മാറ്റി വെക്കണം. അടുത്ത പരിപാടി ചാടിക്കാൻ പോലെ. അതെ, നീ കേറിട്ടെ ആ ഇടച്ചണ്ട അവിടെ കുടുക്കിടുക. എന്നിട്ട് കയറുണ്ട് നമുക്കിതേ ഇവിടുന്ന് നേരെ അങ്ങോട്ട് പിടിച്ചാലോ? ആ തെങ്ങിലേക്ക് പിടിച്ചേട്ടാ അല്ലെ? കുളത്തിലേക്ക് വിടരുത്. അത് 5 മണിയാകുമ്പോഴേക്ക് പണി തീർക്കണം. നീ മുകളിൽ കെട്ടിക്കോ. ഞാനിത് അങ്ങോട്ട് കെട്ടാട്ടോ. അയ്യോ അതാ പ്യാരുടെ അച്ഛൻ സത്യശീലനല്ലേ വരുന്നത്. പണി ചേട്ടാ പ്യാരില്ലേ അവിടെ? ഉണ്ട്. എങ്ങടെ പോണെന്നൊക്കെ പറഞ്ഞായിരുന്നു. അതെ, ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. ഇതിപ്പോ എന്തായി കഴിയാറായോ? അതെന്താ ഇതിപ്പോ ഈ 2 അങ്ങോട്ട് വീട്ടിൽ ഇനിയിപ്പോ ഇത് ഈ കുളത്തിലേക്ക് വീഴുവോന്നേ. ഇവിടുത്തെ അമ്മച്ചിക്ക് ഒരു സംശയം. അപ്പൊ ഇതൊന്ന് അങ്ങോട്ട് വെട്ടിയിട്ട് കൊടുത്താ അങ്ങോട്ട് വലിക്കേണ്ടി വരും. ആ തെങ്ങിലേക്ക് വലിക്കാച്ചിട്ടാ. അത് നന്നായി. അതിപ്പോ കഴിയല്ലോ? ഇല്ല, കുറച്ചു നേരം പിടിക്കും. വലിയ മരല്ലേ, ഇവനൊക്കെ കഷ്ണാക്കണേ. അതൊക്കെ കഴിയും. ഒന്ന് വേഗം നോക്കണേ. അപ്പൊ നീ പണി കഴിഞ്ഞിട്ടേ കൂലിയൊക്കെ വാങ്ങിട്ട് വീട്ടിലേക്ക് പോകണ സമയം ഉണ്ടല്ലോ, അപ്പൊ ഒന്ന് വീട്ടിലേക്ക് ഒന്ന് കേറുണ്ടോ? എന്തേ? ഇല്ല, അവിടെ എന്താ വെച്ചാല് ഒരു ഇടി വെട്ടിയിട്ടുള്ള ഒരു തെങ്ങ് നിൽക്കുന്നുണ്ട്. തലയൊന്നുമില്ല. അതെ. അപ്പൊ ശരിക്കും അത് അങ്ങോട്ട് ഉന്തി തള്ളിയിട്ട് അങ്ങോട്ട് പോവത്. ഇതിപ്പോ 2 മിനിറ്റ് നേരത്തെ പണിയല്ലോ. ഇതാ ഈ വാള് കൊണ്ടുവന്നിട്ടേ ഒന്ന് അതിന്റെ അടിയിൽ ആ കടക്കല ഒന്നും ഇങ്ങോട്ട് വെക്കാം. അപ്പൊ അതങ്ങോട്ട് പറഞ്ഞിട്ട് അത്രേ ഉള്ളൂ. അല്ലാതെ ഇതന്നെ ഇപ്പൊ കഴിയാ ഇരുട്ടാവോന്നാ സംശയം. ഇവിടെ ഇനിയിപ്പൊ ഇരുട്ടായാലും കുഴപ്പമില്ലാന്ന് നമ്മുടെ കൂടെ അല്ലേ? എന്താ ഇപ്പൊ ചെറിയ പണിയല്ലേ, പോയിട്ട് വരുന്ന. അത് അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാൻ ചേട്ടൻ. നാളെ വർഗീസിന്റെ അവിടെ പോണ്ട. അങ്ങനെ നാളെ ഞങ്ങൾ 2 ആളും കൂടി വന്നിട്ടേ ഒരു ദിവസം കൊണ്ട് ആ പണിയൊക്കെ ആയിട്ട്. എന്തിന്? ഇത് ഒരു സ്ഥലമുള്ള പണിയൊന്നുമില്ല. ഈ വാളുകൊണ്ട് ഒന്ന് വെച്ചാൽ അതാണ് മറിഞ്ഞു, അത്രേ ഉള്ളൂ. അത് നമ്മളൊരു പണി എടുക്കുമ്പോ എങ്ങനെ സത്യേട്ടാ അത് അങ്ങനെ ശരിയാവുക? ഒരു കാര്യം ചെയ്യാം, എന്തായാലും ഞങ്ങൾ നാളെ രാവിലെ അങ്ങോട്ട് വരാം. 2 ആളും കൂടിയായിട്ട് വന്നിട്ട് വേണ്ടേ അതിനുള്ളത് ഇല്ലാന്ന്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നാളെ ഞാൻ ഉണ്ണീനായിട്ട് വിടാം. ഈ മറ്റേ വാളായിട്ടേ അവനൊരു ദിവസം കൂലി കൊടുത്താൽ. ഇത് കൂലിക്കുള്ളതില്ലാന്ന്. 2 മിനിറ്റ് നേരത്തെ പരിപാടി ഇല്ലല്ലോ. അതല്ലേ ഞാൻ പറഞ്ഞത്. ചെറിയ തന്നെ 2 രൂപ ഇത്ര പോലെ അത് ചെയ്തു കൊടുത്തേ. എന്താ അതെ, അനക്കാളുടെ സ്വഭാവം അറിയാതെ. എടാ, അയാൾ ഓസിക്ക് കിട്ടിയ ആസിറ്റ് എന്നുള്ള ആളാണ്. ഇങ്ങനെ പോണ ഓരോരുത്തരും വിളിച്ചിട്ട് ഓരോ പണി ചെയ്യിക്കുന്നുണ്ട്. 10 പൈസ കൊടുക്കില്ല അയാള്. ശരി. ഓരോരുത്തരുടെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് പെരുമാറും. ഈ വയസ്സായ ആളെ വെച്ചിട്ട് ഇയാൾ ഓരോന്ന് പറയുമ്പോ എല്ലാവരും മനുഷ്യത്തിന്റെ പേരിൽ ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൊടുക്കും. അതേ അവസരം നോക്കിക്കാണ് അയാള്. അയാളോട് എങ്ങനെ ഡീൽ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. വാ. അത് പിന്നെ സത്യേട്ടാ, അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാം. അല്ല അതെന്താ അറിയോ, ഞാൻ പറഞ്ഞ പോലെ നല്ലത്. നമ്മൾ ഇപ്പൊ ആരെ പണിയെടുത്ത് വെച്ചാൽ മോശമല്ലേ. ഞങ്ങളെ നാളെ രാവിലെ അങ്ങോട്ട് വരും. ഒരു 2 ആളും കൂടി അവിടെയുള്ള പണി മുഴുവൻ ഭംഗിയിൽ അങ്ങോട്ട് ചെയ്ത് കേട്ടോ. അപ്പൊ പോയി മുറിക്കാൻ പറ്റില്ല. ഇല്ല, നാളെ രാവിലെ ഞങ്ങൾ 2 ആളും കൂടി വരാം. അത് വേണ്ടേ? അത് വേണ്ട. അങ്ങനെ ശരിയാവില്ല. അത് വേണ്ട. ഇന്നാ വേണ്ട. എന്നാ പിന്നെ ശരി. അപ്പൊ നമുക്ക് ചെയ്തു തരാൻ പറ്റില്ല. അല്ല, അത് ഞങ്ങൾ 2 ആളും കൂടി നാളെ കൂടി വേണ്ട. അതിനുള്ള ഇല്ല. ഇല്ല.
കറക്റ്റ് ഇങ്ങ് പറഞ്ഞേട്ടാ. എന്നാ ശരിട്ടാ. മുറിക്കാൻ നോക്കിയാ ചെല്ലു ചെല്ലു കയറി. ഇപ്പൊ എല്ലാം റെഡി ആവും. നോക്കി കയറിട്ടോ. ആ. കെട്ടിട്ടുണ്ടെങ്കിൽ വന്നിട്ടേ സുഖതോ? ആ എന്തേ എന്നാ പിന്നെ ഞങ്ങൾ രണ്ടാളും പോരണ്ട. അതാ പറഞ്ഞത്. അതെ അതിനുള്ളതേ ഉള്ളു. ഈ ഒരു സാധനം ഉണ്ടല്ലോ, ആ ഇത് ആ ഇതൊരു 5 മിനിറ്റ് നേരത്തിന് എനിക്ക് തരൂ, ഞാൻ മുറിച്ചോളാം. ട്ടാ. ആ 500 റുപ്യ വാടക. 500 റുപ്യ. 500. ഒരു മനുഷ്യനൊരു ഉപകാരം ചെയ്യില്ല, പിന്നെ എന്താ ചെയ്യാ? കറക്റ്റാ പറഞ്ഞേറ്റാ. എത്രണ്ണത്തിന് ഇപ്പൊ കേറിയിട്ട് അതിന്റെ നീത്ത് എത്തിയിട്ട് കെട്ടും കഴിച്ചിട്ട് ഇങ്ങോട്ട് വരത്തി. എന്താ ചെയ്യാ? ഞാൻ ഈ അറ്റത്ത് ഇത് കെട്ടിത്തരാം. അയ്യോ ചൊടിച്ചു വേറെ നീ പണി ഒരു